കണ്ണൂർ തിരുമേനി മുതുവത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. മുതുവത്ത് നിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. നിഖിൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ബസ് ആകെ മറിഞ്ഞല്ലോ. പിന്നിൽ ഒരു വളവിൽ വെച്ചാണ് ഈ ബസ് ഈ താഴ്ചയിലേക്ക് മറിയുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ എത്ര ആളുകൾ ബസ്സിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ചെറുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പരിക്കേറ്റവരുടെ നില എന്താണ്, എത്ര പേർക്ക് പരിക്കേറ്റു തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചെറുപുഴ മുതുവത്ത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബസ് രാവിലെ 5 മണിക്ക് സർവീസ് തുടങ്ങുന്ന ബസ്സാണ്. ഈ മുതുവയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് പോകുന്ന സമയത്താണ് അപകടമുണ്ടായത്. ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് 2 സ്റ്റോപ്പുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വളവിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിറയെ യാത്രക്കാരുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പരിക്കേറ്റവരെല്ലാം തന്നെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് നിഖിൽ? നിലവിൽ അങ്ങനെ ഗുരുതര പരിക്കേറ്റ ആളുകളില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരുടെ പരിക്കിൻ്റെ ഒരു തോത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം മാത്രമാണ് ഒരു വ്യക്തത വരിക. കാരണം ചെറുപുഴയിൽ നിന്ന് കുറച്ചധികം ദൂരമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടേ ഉള്ളൂ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ഓക്കെ. നിഖിലാണ് വിവരങ്ങളുമായി ചേർന്നത്. കണ്ണൂരിലാണ് ബസ് മറിഞ്ഞത്. മുതുവത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ ആക്കി. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു.